നവംബർ 26 വിശുദ്ധ ലിയോണാർഡ് തന്റെ അമ്മാവനായ അഗസ്റ്റിയോട് കൂടെ താമസിക്കുന്നതിനായി ലിയോണാർഡ് തന്റെ 13ാമത്തെ വയസ്സിൽ റോമിലേക്ക് പോയി. അവിടെ റോമൻ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. പഠനത്തിൽ മിടുക്കനായിരുന്ന വിശുദ്ധ ലിയോണാർഡിനെ മരുന്നുകൾ കൊണ്ടുവരുന്നതിനായി അവർ നിയോഗിച്ചു. പക്ഷേ തന്റെ അമ്മാവന്റെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ 1697 ഫ്രിയാർസ് മൈനർ സഭയിൽ ചേർന്നു. വിശുദ്ധ ലിയോണാർഡ് ചൈനയിലെ സുവിശേഷ വേലയ്ക്കായി പോയ ഒരാളാണ്. അദ്ദേഹം ആ ഉദ്യമത്തിൽ കാര്യമായി വിജയിച്ചില്ലെങ്കിലും മറ്റു പല മേഖലയിലും വളരെയേറെ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി. പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിന് ക്ഷയം ബാധിക്കുകയും വിശ്രമ ജീവിതത്തിനായി അദ്ദേഹത്തെ തന്റെ ജന്മദേശത്തേക്ക് തിരികെ അയച്ചു. സുവിശേഷ പ്രഘോഷണത്തിനും പാപികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. പിന്നീട് 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇറ്റലിയിൽ മുഴുവൻ വ്യാപിച്ച തന്റെ സുവിശേഷ വേലകളും ധ്യാനങ്ങളും ഇടവക ദൗത്യങ്ങളും തുടങ്ങുന്നതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. തന്റെ ദൗത്യങ്ങളിൽ 15 മുതൽ 18 വരെ ദിവസങ്ങളിലോ ചിലപ്പോൾ അതിലധികമോ ആഴ്ചകൾ കുമ്പസാരിപ്പിക്കുന്നത് മാത്രമായിരുന്നു അദ്ദേഹം ചിലവിട്ടിരുന്നത്. തന്റെ സുവിശേഷ വേലകൾ മൂലമുണ്ടാവുന്ന മതാവേശം തുടർന്നു കൊണ്ടുപോകുന്നതിനായി അദ്ദേഹം അതിനു മുൻപ് അത്രയധികം പ്രചാരത്തിലിരുന്ന കുരിശിന്റെ വഴിക്ക് നല്ല പ്രചാരണം കൊടുത്തു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അദ്ദേഹം വളരെയേറെ സുവിശേഷ പ്രഘോഷങ്ങൾ നടത്തിയിരുന്നു. ഇറ്റലിയിലുടനീളം ധ്യാന വസതികൾ പണികഴിപ്പിക്കുന്നതിന് അദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. 1867 ലിയോണാർഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1923 അദ്ദേഹത്തെ ഇടവക സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥ വിശുദ്ധനായി തീരുമാനിച്ചു.